വെള്ളച്ചാട്ടം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിൽ ഒന്നാകും നയാഗ്ര. 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നയാഗ്ര യുഎസിന്റെയും കാനഡയുടെയും അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളിൽ നിന്നും നയാഗ്രയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. കനേഡിയൻ പ്രവിശ്യയായ ഒന്റാരിയോയ്ക്കും അമേരിക്കയിലെ ന്യൂയോർക്കിന്റെയും അതിർത്തി പ്രവിശ്യയിൽ നയാഗ്ര മലയിടുക്കിന്റെ തെക്കേ അറ്റത്തുള്ള 3 വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഏറെ പ്രത്യേകതകളുള്ള ഈ വെള്ളച്ചാട്ടം പ്രതിദിനം ആയിരക്കണക്കിന് സഞ്ചാരികളെയാണ് ആകർഷിക്കുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടം ഓരോ വർഷവും 30 ദശലക്ഷം ആളുകൾ സന്ദർശിക്കുന്നുവെന്നാണ് കണക്കുകൾ. അമേരിക്കൻ വെള്ളച്ചാട്ടം, ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടം, ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടം എന്നിങ്ങനെ 3 വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഇതിൽ ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടം ഏറ്റവും വലുതും ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടം ഏറ്റവും ചെറുതുമാണ്. ഇത്തരത്തിൽ 3 വെള്ളച്ചാട്ടങ്ങൾ കൂടിച്ചേർന്നുണ്ടായ നയാഗ്ര ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ള വെള്ളച്ചാട്ടം കൂടിയാണ്. വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്തു നിന്നും ആഴം 165 അടിയിൽ കൂടുതലാണ്. ഏകദേശം 10,000 വർഷം മുൻപ് ഹിമാനികളുടെ പ്രവർത്തനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നയാഗ്ര വെള്ളച്ചാട്ടമെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. കനേഡിയൻ വൈദ്യുതിയുടെ ഏറ്റവും വലിയ സ്രോതസ്സാണ് നയാഗ്ര. വൈദ്യുതി നിർമ്മാണത്തിന്റെ ഭാഗമായി നല്ലൊരു ശതമാനം വെള്ളം വഴിതിരിച്ചുവിടുന്നതിനാലാണ് സഞ്ചാരികൾക്ക് നയാഗ്ര നന്നായി ആസ്വദിച്ചു കാണുവാൻ സാധിക്കുന്നത്. ഇതിലൂടെ വെള്ളച്ചാട്ടത്തിൽ അമിതമായ കുത്തൊഴുക്ക് ഇല്ലാതാകുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് ഇവിടുത്തെ ജലവൈദ്യുത പദ്ധതി. ലോകത്തെ ഏറ്റവും വലിപ്പമേറിയവയിൽ ഒന്നും സുന്ദരവുമായ വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. 2,25,000 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഓരോ സെക്കൻഡിലും നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ പതിക്കുന്നത്. നയാഗ്ര നദിക്ക് നടുക്കുള്ള ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ അതിലൂടെ യാത്രാവിസ്മയം തീർക്കും. 1900-ലാണ് ഈ പാലങ്ങൾ നിർമ്മിച്ചത്. പാലങ്ങളുടെ നിർമ്മാണത്തിനു വേണ്ടിയും അന്ന് വെള്ളച്ചാട്ടത്തിന്റെ അളവ് നിയന്ത്രിച്ചിരുന്നു. ലോക ടൂറിസം രംഗത്തെ ഏറ്റവും മികച്ച 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നയാഗ്ര വെള്ളച്ചാട്ടങ്ങൾ. കനേഡിയൻ ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം വീതി വരും. അമേരിക്കൻ ഭാഗത്തുള്ള രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ വീതി 400 മീറ്ററിനടുത്താണ്. ശൈത്യകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും വിസ്മയം കാണാൻ ദിവസേന ആയിരങ്ങളാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നും നയാഗ്രയിലേക്ക് എത്തുന്നത്. കാനഡയുടെയും അമേരിക്കയുടെയും ഏറ്റവും വലിയ വിനോദസഞ്ചാര വരുമാന മാർഗം കൂടിയാണ് ഈ പ്രദേശം. നയാഗ്ര നദിയിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്തേക്കുള്ള 2 മണിക്കൂർ ബോട്ട് യാത്രയാണ് സഞ്ചാരികൾക്ക് നൽകുന്ന നല്ല വിരുന്ന്. 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നയാഗ്ര യുഎസിന്റെയും കാനഡയുടെയും അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നയാഗ്ര വെള്ളച്ചാട്ടവും വിദൂര ഭാവിയിൽ ശക്തമായ ഭീഷണി നേരിടുന്നുണ്ട്. നിലവിലെ മണ്ണൊലിപ്പ് നിരക്കിൽ ഏകദേശം 50,000 വർഷത്തിനുള്ളിൽ നയാഗ്ര വെള്ളച്ചാട്ടം ഇല്ലാതാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടത്തെ ഫീച്ചർ ചെയ്യുന്ന നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മധ്യഭാഗത്തായി ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടത്തിനും ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടത്തിനും ഇടയിലാണ് ഗോഡ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. സെർബിയൻ അമേരിക്കക്കാരനായ നിക്കോള ടെസ്ലയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്മാരകം കൂടിയാണ് ഈ ദ്വീപ്. നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്കാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റേറ്റ് പാർക്ക്. അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് പതിക്കുന്നതിനാൽ കാനഡയിൽ നിന്നുമാണ് നയാഗ്രയുടെ ഏറ്റവും മനോഹരമായ ഭംഗി ആസ്വദിക്കുവാൻ സാധിക്കുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ പച്ചനിറം നയാഗ്ര നദിയിലെ മണ്ണൊലിപ്പിന്റെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെടുന്ന ലവണങ്ങളുടെയും പാറപ്പൊടിയുടെയും സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.